ഹലോ, നമസ്കാരം. ഇന്നൊരു വെറൈറ്റി റിവ്യൂ പറച്ചിലാണ്. JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പേർലാൻഡിൽ വന്ന് ചായ കുടിച്ച് ചായ കഴിഞ്ഞു. എന്നിട്ട് പറയാന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്ന പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞാൻ പറയലേ, അതായത് വളരെ മോശം പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കഥ ഉണ്ടായിരുന്നു, പക്ഷെ സ്ക്രിപ്റ്റ് വളരെ മോശമായിരുന്നു. നല്ല സ്റ്റാൻഡേർഡായിട്ട് അവർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഐ മീൻ ക്യാമറയും ഫ്രെയിമും കാണാനൊക്കെ രസമുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊക്കെ മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്, സുരേഷ് ഗോപി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് സുരേഷ് ഗോപിന്റെ ചില സിനിമകളിലൊക്കെ കാണുന്ന ഡയലോഗ് ഡെലിവറി, ആ ഒരു മാസ് സാധനങ്ങള്, പിന്നെ ചില സീനിൽ ഞാൻ പറഞ്ഞില്ലേ, ചില സീനിലൊക്കെ വരുന്നത് കണ്ടല്ലേ, ആ ഓറ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് അനുപമ പരമേശ്വരൻ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും വേറെ ആരെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആൻഡ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മാധവ് സുരേഷ് ഗോപി. ആ റോള് അത് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. അമ്മ റോള് എന്താ ഡയലോഗില്ലേ, നമ്മുടെ മകൻ ഇല്ലേ, മറ്റേ സിനിമയില് അപ്പൊ ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ എവിടൊക്കെ കുത്തിക്കയറ്റം പറ്റോ അവിടെയൊക്കെ പുള്ളിന്റെ പൊളിറ്റിക്സ് ഇതിൽ കുത്തിക്കയറ്റിട്ടുണ്ട്. പക്ഷെ അതിന് മോശമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ആരാണെങ്കിലും ഇപ്പൊ സിനിമകൾ നമ്മൾ സ്വാഭാവികമായിട്ടും കാണുന്നതാണ്. ഏത് പാർട്ടിയാണോ അവര് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അവിടെ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി. പക്ഷെ അതൊക്കെ ആസ്ഥാനത്തായി പോയിരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം അവിടെ ഡയലോഗിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ ഈ പറഞ്ഞ പോലെ കുത്തിക്കായിട്ട് ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് എന്ന രീതിയിൽ മാത്രം തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ്. വേണമെങ്കിൽ കാണാം. ഉണ്ടോ നിങ്ങൾ പറയും? അവറേജ് ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്. സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ ഒരു 1.5 മണിക്കൂറുണ്ട്. അതൊരു 3/4 മണിക്കൂർ വെറുതെ സമയം ഇങ്ങനെ വലിച്ചു ഏറ്റവും കോമഡി ആയിട്ട് തോന്നി എന്താ അറിയോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തിപ്പിടിച്ചിരുന്ന സുരേഷ് ഗോപി. അത് ഭയങ്കര ഒരു സംഭവം. വേറെ കാര്യം ഓർമ്മ, അത് സ്ക്രീൻഷോട്ട് എടുക്കണം OTT വരുമ്പോ. അത് പറഞ്ഞപ്പോൾ വേറെ കാര്യമുണ്ട്, കടിച്ചു പൊട്ടാത്ത ഇംഗ്ലീഷാണ്. പാവപ്പെട്ട ആർക്കും കാണാൻ പറ്റില്ല കേട്ടോ. കൂടുതൽ സാധാരണ മലയാളം അപ്പുറം ഇംഗ്ലീഷുകൾ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല കേട്ടോ. പ്രോബ്ലം അല്ല, മനസ്സിലാവുന്നതുകൊണ്ടാണ്. അല്ലാത്ത ഒരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഒരു നമുക്ക് മനസ്സിലാവില്ല. അതിന്റെ ഒരു അഹങ്കാരം ഉണ്ട്. കുഞ്ഞിപ്പാക്ക് തോന്നിയേ എങ്ങനെയും കഴിഞ്ഞ ഇതിന്റെ അവസാന ക്ലൈമാക്സിൽ ഫൈറ്റ് ഉണ്ട്. അത് സത്യം പറഞ്ഞ നേരത്തെ ഷമീം പറഞ്ഞ പോലെ ഒരു സ്ലോ മോഷൻ ഫ്ലൈറ്റ് അല്ല, ഫൈറ്റ്. വെറുതെ കുറെ സ്ലോ മോഷൻ, തീന്റെ കണലൊക്കെ ഇങ്ങനെ സ്ലോ മോഷനിൽ പോവാ. അതായത് ഫൈറ്റ് വേണം എന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു ഫൈറ്റ് നടത്തിയ പോലത്തെ ഒരു അവസ്ഥ. ആൻഡ് ഫൈറ്റ് ഒക്കെ നല്ല രസം കാണാം. പിന്നെ പാസ് തുടക്കുന്നത് പറഞ്ഞു അടിപൊളി ഫൈറ്റ്. പിന്നെ പറഞ്ഞു ഇതെന്ത് തീരാത്, ഇത് തീരുന്നില്ലല്ലോ. അതായത് നടന്ന സാധനം തന്നെ വീണ്ടും ഈ വില്ലനാണെങ്കിൽ 6 അലറിയിട്ടൊരു പരിപാടി. ചാട് വെറുതെ ചാട്. അത് ടെസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെയൊന്നും വർക്കായി. ഇവര് കണ്ണ് ചെയ്യാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്. അതായത് കേരളത്തില് ഈ പറയുന്ന പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികൾക്കൊന്നും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു സാധനം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ എവിടെ ഏത് പെൺകുട്ടികൾക്കാണ് ഏത് കാലഘട്ടത്തിൽ ഏത് സർക്കാർ എത്തുമ്പോഴാണെന്നുള്ളതൊക്കെ വ്യക്തമാണ്. മേ ബി പൊളിറ്റിക്കലി നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥകളുണ്ട്. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഞാൻ പറഞ്ഞ നിലവിലെ രാഷ്ട്രീയവും കേരളത്തെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഉത്തരം കൂടിയാണ്. അങ്ങനെയുണ്ട്. അതാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത്, എവിടൊക്കെ പുള്ളിക്കാരന്റെ പൊളിറ്റിക്സ് പറയാൻ പറ്റും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിനിമയെ മാത്രം കാണുമ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കിയാൽ അതൊന്നും വലിയ പ്രശ്നമായിട്ട് കേരള പോലീസിനെ കുറിച്ച് അപമാനിക്കുന്ന ശരിയാണ്. നമ്പർ 1 ആവുമ്പോൾ ഡയലോഗ് കൊച്ചിക്കലൊക്കെ ഉണ്ട്. നമ്പർ 1 തന്നെയാണ്, അതിലാർക്കും തർക്കമൊന്നുമില്ല. സുരേഷ് ഗോപിന്റെ മറ്റേ പെങ്ങളായിട്ട് അഭിനയിച്ച പേര് കറക്റ്റ് ഓർമ്മയില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ ആസിഫലിന് മറ്റേ ആസിഫലി തേക്കണ സൺഡേ ഹോളിൽ ആസിഫലി തേക്കുന്ന ഇതിലെ കാസ്റ്റിംഗ് അത്ര ചെയ്തതാണ്. അതെ അല്ല, ഈ 2-3 ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളതൊക്കെ വളരെ മോശം. ആസിഫലിന്റെ അനിയനായിട്ട് അഭിനയിച്ച ആളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും തോന്നിയിട്ടുള്ള കാര്യം അനിയൻ അഭിനയിച്ച റോള്, അതായത് അസ്കർ അസ്ബൽ എന്തായാലും പുള്ളിക്കാരന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് ഒരേ എക്സ്പ്രഷനാണ്. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തോന്നി. ഡയറക്ടറിന്റെ വായ്പാണ് ഞാൻ പറയുമ്പോൾ. ആക്ടറിന്റെ വായ്പ എനിക്ക് തോന്നുന്നില്ല. എന്തോ എല്ലാ സിനിമയിലും കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്യണത്. ഡയറക്ടറിന്റെ അങ്ങനെയല്ല, അഡ്വാൻസ് എടുത്ത് പോയില്ല. അഡ്വാൻസ് എടുത്ത് പറഞ്ഞുകൂടാൻ പറ്റില്ല. സിനിമയ്ക്ക് വരും. മാധവ് സുരേഷ് ഒരു നായകനാവാൻ സിനിമയിൽ അഭിനയിക്കാനുള്ള പ്രധാന കാരണം സുരേഷ് ഗോപി എന്നാലെ
ഒരൊറ്റ ഒരാളെ ഇതുകൊണ്ടാണ് നെപ്പോട്ടിസം അതാണ് പറഞ്ഞത്. അത് സിനിമ കണ്ടാൽ മനസ്സിലാവും. അത് നെപ്പോ കിഡ് എന്നുള്ള രീതിയിൽ മാത്രം കിട്ടിയ ഒരു അവസരം എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ബാക്കിയുള്ള ബെറ്റർ നെക്സ്റ്റ് ടൈം നല്ല ഭാവിയിൽ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് കൂടി സിനിമ പറയും. കഴിയുമ്പോഴത്തേനും ഏഴാമത്തെ സിനിമ നോക്കാം ശരിയാവും. കിട്ടൂല അല്ലേ? ഏത് സിനിമ കിട്ടൂല്ലോ. ഇതില് വേറെ അത് കിട്ടൂട്ടോ. സോറി തമാശക്ക് പറഞ്ഞാണ്. സുരേഷ് ഗോപിയും അതേപോലെ സുരേഷ് ഗോപിയും പണ്ട് ഫസ്റ്റ് സിനിമക്ക് വന്ന അതുപോലെ പിന്നെ അവസാനം അതിന്റെ രൂപം മാറി. ഇത് വേറെ പറയാൻ പറ്റില്ല. പൊളി. എന്തോ ഈ മാധവ് സുരേഷും സുരേഷ് ഗോപിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത്.